ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ദോശ ഇഡലിയൊക്കെ കഴിക്കാനുള്ള ഒരു പൊടിക്കൂട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമ്മൾ ഈ പൊടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 6 വറ്റൽമുളക്, ഒരു 3 തള് കരിവേപ്പില, കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു കിണ്ണം ഉണ്ടല്ലോ, അത് നിറച്ച് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അതേ കിണ്ണത്തിൽ തന്നെ അളന്ന് ഒരു സാമ്പാർ പരിപ്പും നമ്മൾ അളന്നെടുക്കുന്നുണ്ട്, ആ ഒരു കൊച്ചു കിണ്ണത്തിൽ തന്നെ. ഇനി അത് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ എടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്രയാണ് ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ്, ലാസ്റ്റ് കായപ്പൊടി. ഇനി നമ്മൾ അതേ കിണ്ണത്തിൽ തന്നെ ഏകദേശം മൊത്തം ഒരു പച്ചരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉഴുന്ന് മാത്രം ഒരു പാനിലേക്ക് ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് അതിനൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. തീയൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇങ്ങനെയായി അത് കിട്ടിയിട്ടുണ്ട് ഉഴുന്ന്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് മാത്രം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതാണ്. ബോയ്സ്, അതൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ വറ്റൽമുളകും കരിവേപ്പിലയും കായപ്പൊടിയും കൂടെ തന്നെ ഉപ്പും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. മറ്റേ ഉഴുന്ന് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉഴുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചരി അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാമായിട്ടൊന്ന് വരട്ടെടുക്കാം. നിങ്ങൾ ആക്കുമ്പോൾ ഓരോന്നായിട്ട് വരട്ടെടുക്കുന്നതാണ് നല്ലത്. പരിപ്പ് വേറെ അങ്ങനെ ആയിട്ട് എടുക്കണം. ഇപ്പം നമുക്കിവിടെ ആക്കിയപ്പോൾ നമ്മൾ മുളക് വരണ്ട വരാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത് മുളക് മാത്രം എടുത്ത് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നായി വരട്ടി എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചരി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് വരട്ടി എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച പച്ചരി നമ്മൾ മുമ്പ് എടുത്ത് വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഉഴുന്നും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് തണുത്തിട്ട് നമുക്ക് ആ മിക്സി ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എടുത്ത് വെച്ചെല്ലാം മിക്സി ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല വൃത്തി തണുത്തിട്ട് മാത്രമേ നിങ്ങളത് പൊടിക്കാനായിട്ട് എടുക്കാവൂ. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് നമ്മളത് ജാറിലിട്ട് റെഡിയാക്കി ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കി വന്നതും കൂടെ പൊടിച്ചിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഗൈസ്, നമുക്ക് രണ്ടെണ്ണം മിക്സറും കൂടെ നല്ല വൃത്തിയിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ആദ്യമാണ് വറ്റൽമുളക് ഇട്ട് പൊടിപ്പിച്ച, അപ്പം അതിൻ്റെ ടേസ്റ്റ് ആ പൊടി അടിയിലായി പോയി. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലൊരു ജാറിലേക്ക് നമുക്ക് ഈ പൊടി മാറ്റി വയ്ക്കാം. ഇത് കുറേ നാളിരിക്കും ഗൈസ്, നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ചതെല്ലാം നമ്മൾ ആ ജാറിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡലിയുടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡലി അതിനോട് ഒന്നും ചമ്മന്തി വെച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇഡലിയും ചമ്മന്തിയും, അപ്പോൾ അതിനോട് നമ്മളെ പ്രധാന ഐറ്റം ഈ പൊടിയും ഉണ്ട് ഗൈസ്. നമുക്ക് ആദ്യമായി പൊടി നമ്മളാവശ്യമുള്ള പൊടി എടുത്ത് നമ്മളൊരു ചെറിയ കിണ്ണത്തിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പായസം നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ഇഡലിയും ചമ്മന്തിയും അതിൻ്റെ കൂടെ നമുക്ക് ഈ കറിയും കൂടെ എടുക്കാം. എന്ന് പറയുമ്പോൾ ഗൈസ്, നല്ല സംഭവം ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്.
സൂപ്പർ ഗൈസ്. നിങ്ങൾക്ക് വേറെ ഇത് ഉപയോഗിച്ചാൽ വേറൊരു കറി നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട ഗൈസ്. ഇത് മാത്രം മതി. കാരണം ഇത് തന്നെ നമുക്ക് കഴിക്കാനുള്ള നല്ല കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എരിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇഡലി ദോശയുടെയൊക്കെ ഇത് തന്നെ കഴിക്കാം. നമ്മളിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നേ ഉള്ളൂ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാപ്പിയാണ് ഇഡലി. എനിക്ക് ഇഡലിയുടെ ഈ പൊടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ചമ്മന്തി എനിക്ക് വേണ്ട. നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പറാണ് ഗൈസ്. ഞാൻ കാപ്പി ഇട്ടിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.